ക്ഷേത്ര പള്ളി തർക്കങ്ങൾ മധ്യസ്ഥ ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള സുപ്രീം കോടതി നിർദ്ദേശം തള്ളി ഹിന്ദു മുസ്ലിം കക്ഷികൾ. വാരണാസിയിലെ ഗ്യാൻവാപി, മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി, സംബാലിലെ ഷാഹി ജമാ മസ്ജിദ് തർക്കം ഉൾപ്പെടെ മധ്യസ്ഥ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നായിരുന്നു നിർദ്ദേശം. അദാലത്തിൽ പങ്കെടുക്കില്ലെന്ന് ഹിന്ദു മുസ്ലിം കക്ഷികൾ സുപ്രീം കോടതിയെ അറിയിച്ചു. ഷബ്ന കെ എം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷബ്ന, ഇതിപ്പോൾ അദാലത്തിൽ പങ്കെടുക്കില്ല എന്ന് സംഘടനകൾ അറിയിക്കുന്നുണ്ട്. അവർ മറ്റെന്തെങ്കിലും വാദങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഈ യു.പിയിലെ 3 പള്ളി അമ്പല തർക്കങ്ങളാണ് സുപ്രീം കോടതിക്ക് മുമ്പാകെ ഉള്ളത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്യാൻവാപി അടക്കമുള്ള സാമ്പൽ പള്ളി അടക്കമുള്ള പള്ളി ക്ഷേത്ര തർക്കങ്ങളാണ് കോടതിക്ക് മുമ്പാകെ എത്തിയിട്ടുള്ളത്. ഈ 3 തർക്കങ്ങളിൽ മീഡിയേഷന് വിടാൻ സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. കാരണം ഇത് 2 പാർട്ടികൾ തമ്മിൽ, ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള ആളുകൾ മധ്യസ്ഥതയിലൂടെ ഈ വിഷയം പരിഹരിക്കണം എന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. കാരണം കോടതി ഈ വിഷയത്തിൽ ഇടപെടാതെ തന്നെ ഇത് അമ്പലം പൊളിച്ച് പള്ളി പണിതിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് അത്തരത്തിൽ ക്ഷേത്രങ്ങൾ പൊളിച്ചാണ് ഈ പള്ളി പണിതത് എന്ന് പറയുന്നു. അതല്ല, നേരത്തെ തന്നെ പള്ളിയായി നിലനിൽക്കുന്നതാണ് എന്ന് മുസ്ലിം വിഭാഗം പറയുന്നു. അത്തരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നു. ചരിത്രപരമായ ചില തർക്കങ്ങളാണ് ഇതിൽ നിലനിൽക്കുന്നത്. ഇത് കോടതി ഈ വിഷയത്തിലേക്ക് ഇടപെടാതെ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കാം എന്നാണ് കോടതി ആദ്യം വ്യക്തമാക്കുകയും മീഡിയേഷൻ ഈ കേസ് വിടുകയും ചെയ്തു. എന്നാൽ മീഡിയേഷനിലൂടെ ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കില്ല എന്ന് ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. അത് കോടതി തന്നെ ഈ വിഷയം പരിഗണിക്കണം. കാരണം ഇതിൽ ചരിത്രപരമായ ചില വസ്തുതകളുണ്ട്. അത്തരത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന വിഷയമല്ല. കോടതി തന്നെ ഇതിൽ ഇടപെടണം എന്ന് വ്യക്തമാക്കുകയും കോടതി അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഈ യു.പിയിലെ 3 പള്ളികളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള തർക്കം കോടതി തന്നെ പരിഹരിച്ച് വാദം കേട്ട് തീരുമാനിക്കാം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, നന്ദി ഷബ്ന വിവരങ്ങൾക്ക്.